എന്താണ് ഒരു വിലക്കുറവിലൊരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞു? 1.5 ഏക്കർ സ്ഥലമാണ്. 1.5 ഏക്കറാണ്? 1.5 ഏക്കർ സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. 1.5 ഏക്കർ വില കുറച്ച് ഇത്ര വില കുറച്ചൊന്നും ഇവിടെ കിട്ടാനില്ല. എന്ന് വെച്ചാൽ അയിരപ്പുറ ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ നിന്ന് 100 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇവിടെയാണ് ആ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത്? ഇതാണ് സ്ഥലം. ഇങ്ങോട്ടാണ്? ഈ റോഡാണ്? ഈ റോഡ് ഇതാ മെയിൻ റോഡ് ഉണ്ടോ? അതാ. അപ്പോൾ ഇത് മെയിൻ റോഡാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ മാർക്കറ്റ് വില എന്ത് വരും ഈ ഭാഗത്തൊക്കെ? മാർക്കറ്റ് വിലയൊക്കെ 3 രൂപ 4 രൂപയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വസ്തുവിന് നടവഴിയാണോ? അപ്പോൾ നടവഴിയാണ്, പക്ഷേ റോഡ് കിട്ടും. നമുക്ക് റോഡ് അപ്പുറത്ത് എൻഡ് ഉണ്ടാവും, അതിലെ റോഡ് വാങ്ങാം. അതിലെ റോഡ് വാങ്ങിക്കാൻ പറ്റും? അവിടെയും നടവഴി ഇപ്പം നിലവിൽ നടവഴിയാണോ? ഇവിടെ നിലവിൽ നടവഴിയാണ് ഈ കാണുന്നത്. അവിടെ മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ദൂരം വരുന്നുണ്ടോ? അവിടെ മെയിൻ റോഡിൽ നിന്ന് 50 മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. 50 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വസ്തു. ഇതാണ് വസ്തു. വാഴ നട്ടിരിക്കുന്നതാണോ? വാഴ നട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകും, അങ്ങറ്റം വരെ. ഇവിടെ നിന്ന് നേരെ അങ്ങ് പോവുകയാണ്. അങ്ങനെ തലയിൽ പോയി നിൽക്കും. അവിടെ ആ റോഡിൻ്റെ അവിടെ പോയി നിൽക്കും. പക്ഷേ റോഡ് കുറച്ച് വാങ്ങാണ്ടി വരും. അപ്പോൾ ഈ കാണുന്നതാണ് വസ്തു കേട്ടോ. അപ്പോൾ ഈ വസ്തു ഇങ്ങനെയാണ്. ഇവിടുന്ന് പക്ഷേ താഴോട്ട് സ്ഥലം ചരിവാണ്. ആ ചരിവാണെങ്കിൽ പക്ഷേ അവിടുന്ന് ഫുള്ള് സ്ക്വയറാണ് കേട്ടോ. ഒറ്റ നിരപ്പ് കിടക്കുക. അതുപോലെ ഇതിൻ്റെ എൻഡ് അപ്പുറത്തെ സൈഡ് ചെല്ലുമ്പോഴും ചെറിയൊരു ചരിവുണ്ട്. അതുപോലെ നടവഴിയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ റോഡ് വാങ്ങിക്കാൻ പറ്റും. തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു അറിയപ്പെടുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അതുവഴി റോഡ് കിട്ടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ റോഡ് വേണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വാങ്ങിച്ച് ചേർത്ത് തരും. അപ്പോൾ അതിനുള്ള സൗകര്യവും കൂടെ ഉണ്ട്. പിന്നെ അവർക്കൊരു അത്യാവശ്യമായതുകൊണ്ട്, കാരണം 1.5 ഏക്കറൊക്കെ ആയതുകൊണ്ട്, അപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് ഈ ഒരുമിച്ച് അവർക്ക് വിൽക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് കച്ചവടമാക്കാൻ വേണ്ടിയാണ് വളരെ വില കുറച്ചത്. അപ്പോൾ ബാക്കി ഡീറ്റെയിലൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷമാണ് ചോദിക്കുന്നത്. സെൻറ്റിന് 1.5 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് വില എത്ര വരും? മാർക്കറ്റ് വിലയൊക്കെ 3 രൂപ 4 രൂപയൊക്കെ ഉണ്ട്. 3.5 രൂപ ആ വില വരും അല്ലേ? അത്യാവശ്യം മാർക്കറ്റ് വില ഉണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ? അല്ല, അതിലിപ്പോൾ ജംഗ്ഷനല്ലേ, റോഡല്ലേ, മെയിൻ റോഡാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വസ്തു കിടക്കുന്നത് ഒരുപാട് ദൂരെയൊന്നുമില്ല കേട്ടോ. കാരണം കോർപ്പറേഷൻ ഏരിയയുടെ തൊട്ടടുത്താണ്. അത് അയിരപ്പാറ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് ആ മെയിൻ റോഡിൽ നിന്ന് ഒരു എത്ര മീറ്റർ? 50 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു വസ്തുവിലേക്ക് വരാൻ. അതുകൊണ്ടാണ് അത്രയും വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പം അവർക്ക് എമർജൻസി ആവശ്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ 1.5 ഏക്കറല്ലേ, അപ്പോൾ ഇത്രയും ഒരുമിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? കുറയ്ക്കും, മാക്സിമം കുറയ്ക്കും. മാക്സിമം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമായിരിക്കും, എന്നാലും നല്ല രീതിയിൽ മാറ്റം പ്രതീക്ഷിക്കാം. ശേഷം കുറയ്ക്കാം. പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാൽ മാക്സിമം സംസാരിക്കും, കുറയ്ക്കാം. അപ്പോൾ ഇതാണ് അയിരപ്പാറയിൽ വരുന്ന റോഡ്. അയിരപ്പാറയിൽ വരുന്ന റോഡ് ഇതാണ്. 50 മീറ്റർ വന്നിട്ട് 100 മീറ്റർ ഇവിടം വരെ വന്നിട്ട് 50 മീറ്റർ ഇത് വീട്ടിലേക്ക് പോകണ വഴി. ഇത് ശ്രീകാര്യം തിരുവനന്തപുരം ഈ റോഡ്. തിരുവനന്തപുരം എത്ര കിലോമീറ്റർ വരും? തിരുവനന്തപുരം ഇവിടെ നിന്ന് 21 കിലോമീറ്റർ. 21 കിലോമീറ്റർ. പോത്തങ്കോട് 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. ഇത് ശ്രീകാര്യം വട്ടപ്പാറ തിരുവനന്തപുരം റോഡാണ്. ഇത് പോത്തങ്കോട് വെഞ്ഞാറുമൂട് ആറ്റിങ്ങൽ അങ്ങനെ പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്നാണ് ഇവിടുന്ന് താഴോട്ടാണോ? ഇവിടെ നിന്ന് 50 മീറ്റർ. അപ്പോൾ ഇവിടുന്ന് താഴോട്ടാണ് നമ്മുടെ വസ്തു വരുന്നത്, ഈ കോൺക്രീറ്റ് റോഡ് ഇവിടുന്ന്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.